السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമളാൻ അതിന്റെ 2 ഭാഗവും പിന്നിട്ട് വളരെ ദ്രുതഗതിയിൽ റമളാൻ നമ്മിൽ നിന്നും അകന്നകന്നു പോവുകയാണ്. അവസാനത്തെ 10 നമ്മൾ ഉള്ളത്. ഇഅ്തികാഫും തിലാവത്തും ഖിയാമും എല്ലാമായി ദിക്ർ ദുആകളിലും മറ്റുമൊക്കെ നിരതരാകുവാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. സവിസ്തരം അഭിഷേകമായി ഇന്നത്തെ ഖുതുബകളിലൊക്കെ തന്നെയും ഖിയാമുൽ ലൈലും ഇഅ്തികാഫും അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറും സകാത്തും സംബന്ധിയായിട്ടുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ചില വശങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ചില കാര്യങ്ങളെ ഖുർആനിന്റെ വചനങ്ങൾ മാത്രം, ആ വാക്യങ്ങളെ വചനങ്ങളെ നോക്കിക്കാണുകയോ പഠിക്കുകയോ ചെയ്യുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, തീർത്തും യാതൊരു തരത്തിലുമുള്ള വക്രതയില്ലാത്ത രൂപത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്ന ചില വചനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മരുഭൂമിയിൽ ഒരു കമ്പെടുത്തുകൊണ്ട് ആ മണൽപ്പരപ്പിൽ ഒരു വര വരക്കുന്നുണ്ട്. നബി എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ കൂടെയുള്ള സ്വഹാബത്ത് ഇങ്ങനെ അതും സാഗൂതം ശ്രദ്ധിച്ചും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ രംഗത്തെപ്പറ്റി സ്വഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നിട്ട് ആ പക്ഷി പാറിപ്പോവാതിരിക്കുവാൻ ഞങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുമോ അത്രത്തോളം നബി ചെയ്യുന്ന ഈ പ്രവർത്തനം കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ സാഗോദം അത് ശ്രദ്ധിക്കുന്നു. നബി ഇങ്ങനെ ഒരു കമ്പെടുത്ത് ഒരു വര വരക്കുന്നു, നേർവര വരക്കുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വരയുടെ ഇരുഭാഗങ്ങളിലേക്കായി, 2 പാർശ്വങ്ങളിലേക്കായി ഒരുപാട് വരകളൊക്കെ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകരെ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഈ ഞാൻ വരച്ച ഈ നേർവരയുണ്ടല്ലോ, അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടുന്ന ഇടമാണ് സ്വർഗം. ഞാൻ തലങ്ങും വലങ്ങും വരച്ച വരകളുണ്ടല്ലോ, അത് വഴികേടിന്റെ വലാലത്തിന്റെ വഴികളാണ്. നിങ്ങൾ നേരെ പാതയിൽ മാത്രമേ സഞ്ചരിക്കാവൂ, ഇടവും വലവും നോക്കേണ്ടതില്ല. അതാണ് ഓരോ മുസ്ലിമിനെ കൊണ്ടും അല്ലാഹു തആല ദിനേന അവന്റെ നിർബന്ധ നമസ്കാരങ്ങളിലും ഐച്ഛിക നമസ്കാരങ്ങളിലും അവനെ കൊണ്ട് പറയിപ്പിക്കാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, തേടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നാഥ, നേർമാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ. ആ നേർമാർഗം പ്രാപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും പിഴക്കുകയോ ഭിന്നിക്കേണ്ടി വരികയോ ചെയ്യില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. എന്നാൽ ഈ പാതയിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആരൊക്കെ വ്യതിചലിച്ചിട്ടുണ്ടോ അവരൊക്കെ തന്നെയും കക്ഷികളായും വിഭാഗങ്ങളായും ഒരുപാട് കക്ഷികളായി മാറിപ്പോയി എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഇടപെടുന്നത്. വഅന്ന ഹാദാ
സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. ഇതാകുന്നു നേർമാർഗം. തൗഹീദിന്റെയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും ഒക്കെ സിറാത്തുൽ മുസ്തഖീമാകുന്ന പാത ഇതാണ്. ഇവിടെ നിങ്ങൾ നിലകൊള്ളണം. വലാ തത്തബിഉസ് സുബുല, ഒരിക്കലും മറ്റു വഴികളിലേക്ക് നിങ്ങൾ പിൻപറ്റാനോ അതിനെ പിന്തുടർന്നു പോവാനോ ശ്രമിക്കരുത്. അങ്ങനെയെങ്കിൽ ഫതഫറഖ ബികും അൻ സബീലിഹി, യഥാർത്ഥ പാതയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയത്താണിത് എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു. പ്രിയമുള്ളവരെ, അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് രണ്ടു കാര്യങ്ങൾ വിട്ടേച്ചു പോവാണ്. ഒന്ന് ഖുർആനാണ്, ഒന്ന് എന്റെ ചര്യയാണ്. അതിനെ മുറുകെ പിടിക്കുക. എന്ത് തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവട്ടെ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ, ഇഖ്തിലാഫുകൾ ഉണ്ടാവട്ടെ, ശരി, നിങ്ങൾ ചെയ്യേണ്ട സമീപനം, അങ്ങനെ ഒരു സംശയം വരുമ്പോ അവനവന്റെ അഭിപ്രായങ്ങൾക്ക് കാര്യങ്ങളെ വിടാതെ എന്താണ് ആ വിഷയകമായി അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് അവിടെ സമീപിക്കുക. അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എന്തു പറഞ്ഞു, എങ്ങനെ സമീപിച്ചു, ആ നിലപാട് സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോ ഒരിക്കലും നിങ്ങൾക്ക് വഴിതെറ്റാൻ ഒരു സാധ്യതയുമില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ഒരു നല്ല സുന്ദരമായ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടതും കേട്ടതും ആരെന്ന് പറഞ്ഞാലും തൊടാതെ വിഴുങ്ങുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് സമൂഹം മാറിയപ്പോ ഖുർആനിലേക്കും സുന്നത്തിലേക്കും കാര്യങ്ങളെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ അതിന്റെ പരിഹാര മാർഗം കണ്ടെത്തുന്നതിന് പകരം ഇച്ഛകൾക്കനുസരിച്ച് ആളുകൾ അതിന്റെ പിറകെ പോയപ്പോ അവർക്ക് വ്യതിചലിക്കേണ്ടി വന്നില്ലെങ്കിൽ അവർക്ക് വ്യതിചലനം സംഭവിച്ചു. ഇവിടെയാണ് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലാഹുവും അവന്റെ റസൂലും തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടോ, പിന്നെ ഒരു വിശ്വാസിക്കോ വിശ്വാസിനിയായ പെണ്ണിനോ പാടില്ല എന്ത് അയ്യകൂന ലഹുൽ ഖീറ, സ്വന്തം പിന്നെ ഒരു ചോയ്സ് ഇല്ല എന്നാണ്. അല്ലാഹ് ഒരു വിഷയത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്, റസൂൽ എന്താണ് ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്, ആ വിഷയത്തിൽ പിന്നെ എന്റെ ഒരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. മുഅ്മിനായ ആണിനും ഒരു മുഅ്മിനത്തായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ചോയ്സ് ഇല്ല. കാരണം ഇസ്ലാം നിലനിൽക്കുന്നത് അല്ലാഹുവും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ആദർശത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം മതവിഷയത്തിലില്ല. എന്നാൽ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മുടേതായ നമ്മുടെ പരിജ്ഞാനങ്ങളും അറിവും ഉപയോഗപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ തോട്ടം പരാഗണം ചെയ്യുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ട ആളുകളുമായി സംവദിച്ച സംവാദം നമുക്കറിയാം. ആളുകളോട് എന്തിനാ നിങ്ങൾ അതിപ്പോ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ആളുകൾ ആ പണി നിർത്തിപ്പോയി. കാരണം പ്രവാചകരല്ലേ അക്കാര്യം പറഞ്ഞത്, അതുകൊണ്ട് പരാഗണം ചെയ്യേണ്ട, അവരത് തിരിച്ചു പോരുക ചെയ്തത്. പിറ്റേന്ന് കൃഷി ഈ പരാഗണം ചെയ്യാത്തതിന്റെ പേരിൽ പഴങ്ങൾ ഉണ്ടായില്ല. നബിയോട് ഇവര് ഈ വിഷയം അവതരിപ്പിച്ചു. നബിയെ അന്ന് നിങ്ങൾ സൂചിപ്പിച്ചപ്പോ ഞങ്ങൾ ആ ഒരു ഏർപ്പാട് നിർത്തിപ്പോന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ഭൗതിക കാര്യങ്ങൾ, ഈ പരാഗണവും മറ്റുമൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ കർഷകരല്ലേ, നിങ്ങൾക്ക് അറിയുന്ന വിഷയമല്ലേ. നിങ്ങൾ എന്താണ്, നിങ്ങൾ മതപരമായ വിഷയങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. അതാണ് വിശുദ്ധ ഖുർആനും പറയുന്നത്. പിന്നെ അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ, മതവിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ എനിക്ക് ചോയ്സ് ഇല്ല എന്നുള്ളതാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ ബഈദ, അങ്ങനെ വല്ലവരും തന്നിഷ്ടപ്രകാരം ചോയ്സുകളെ തെരഞ്ഞെടുത്താൽ അത് അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്, റസൂലിനോടുള്ള ധിക്കാരമാണ്, അവൻ വ്യക്തമായ വഴികേടിലാണ് എന്ന് ഖുർആൻ പറയാം. അപ്പോ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിന്റെ മാർഗം പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ മുഹമ്മദ് റസൂൽ അംഗീകരിച്ചേ മതിയാകൂ. ഇത്തിബാഉ റസൂൽ ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ മറുഭാഗമാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ ഷഹാദത്തിന്റെ സംസ്ഥാപനവും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണവും മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹിയിലൂടെ മാത്രമേ നടക്കൂ. എന്താണ് പ്രവാചകൻ കാണിച്ചു തന്നത്, മാതൃക എന്താണ്, ആ വിഷയമായിട്ട് അത് ഫോളോ ചെയ്യുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബലമുണ്ടാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളിങ്ങനെ നാഴികക്ക് 40 വട്ടം ഉച്ചരിക്കുകയും ദിക്ർ ഹൽക്കയിലും മറ്റുമൊക്കെ ഒതുക്കി, പക്ഷേ നമ്മൾ മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിക്കുന്നില്ല. അവിടെ നമ്മൾ ത്വരീഖത്തും മറ്റു വഴികളും സ്വീകരിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാണ്. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മൾ ഫോളോ ചെയ്തില്ല. ഇത് നിലനിൽക്കണമെങ്കിൽ, ലൈവായി നിൽക്കണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി ഫോളോ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന. എന്നെ ഇഷ്ടപ്പെടണമെന്നല്ല, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെയും ഇഷ്ടപ്പെടണം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്. മറിച്ച് നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ എന്നെ പിൻപറ്റിയേ മതിയാകൂ. അതായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ നിലപാടുകളും നമ്മുടെ സമീപനങ്ങളും എന്ന് പറയുന്നത്. എന്തൊരു വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തെരഞ്ഞ് എല്ലാരോടും അഭിപ്രായം ചോദിച്ച് അവൻ ഈ അഭിപ്രായം പറയും, മറ്റേ മൂലയിൽ അഭിപ്രായം പറയും, ഇങ്ങനെല്ലാം കൂടി നിങ്ങൾ അറിവുള്ളവരെ സമീപിക്കണം, ചോദിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു യഖീൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അവൻ പറഞ്ഞാലും കേൾക്കും, ഇവൻ പറഞ്ഞാലും എടുക്കും, അതും ശരി ഇതും ശരി. ഇതൊരു യഥാർത്ഥ നിലപാടുകാരന്റെ സമീപനമല്ല. നിങ്ങൾ ഖുർആൻ എന്ന് പറയുന്നു, നിങ്ങൾ സമീപിക്കുന്ന വ്യക്തി പണ്ഡിതൻ ആരുമാവട്ടെ, അവിടെ ചെന്ന് നിങ്ങൾ ആ ആളെ സമീപിക്കുമ്പോ അദ്ദേഹം ഖുർആൻ പറഞ്ഞു തരുന്നുണ്ടോ, ഹദീസാണോ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് സ്വീകരിക്കാം. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. നിങ്ങൾ നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം, അവരെ നിങ്ങൾ അനുസരിക്കണം. പക്ഷേ വഇൻ തനാസഅതും ഫീ ഷൈഇൻ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ ആ വിഷയത്തെ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. എന്താണ് അതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞത് അവന്റെ കലാമിൽ, എന്താണ് നിബിധങ്ങൾ അവിടുത്തെ ചര്യയിൽ കാണിച്ചു തന്നത് എങ്കിൽ അത് പിൻപറ്റുക. അവിടേക്കാണ് ആ വിഷയത്തെ മടക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ ചില ആളുകൾ ഈ അല്ലാഹും റസൂലും പറഞ്ഞതൊന്നും പോരാ എന്ന് തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയാണ് ഉലൂവിന്റെ ആൾക്കാർ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, അഹ്ലുൽ കിതാബിനോട് അല്ലാഹു യാ അഹ്ലുൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും, അല്ലയോ അഹ്ലുൽ കിതാബിന്റെ ആളുകളെ, നിങ്ങൾ ഒരിക്കലും മതത്തിൽ അതിര് കവിയാൻ പാടില്ല. അല്ലാഹും റസൂലും പഠിപ്പിച്ചത് പോരാന്നൊരു തോന്നലാണത്. അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനൊന്നും ആയപ്പോ നമുക്കറിയാം, 3 ആളുകൾ വന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയുടെ ചര്യകളെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ അവരെന്താ തീരുമാനിച്ചു പോയത്, നബി നിസ്കരിക്കാറുണ്ട്, രാത്രികാലങ്ങളിൽ നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. അപ്പൊ ഒരാൾ തീരുമാനിച്ചു, എന്ത്, ഞാൻ ഫുള്ള് നിസ്കാരം, നബി കുറച്ച് കുറെ നിസ്കരിക്കലുണ്ട്, ഉറങ്ങാറുണ്ട്, ഞാൻ ഉറങ്ങണമെന്നില്ല എന്ന് തീരുമാനിച്ചു, ഞാൻ വെറും നിസ്കാരം. മറ്റൊരാള് നബിയുടെ വേറൊരു ചര്യയെ ഫോളോ ചെയ്യുന്നത് വികലമായിട്ടാണ്. എങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസമുണ്ട്, പക്ഷേ ഞാൻ ഫുള്ള് നോമ്പ്. മറ്റൊരാള് വിവാഹമൊന്നും ചെയ്യുന്നില്ല, കുടുംബം കൂട്ടൊന്നും വേണ്ട, വെറും ആരാധന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 പേരെയും തീർത്തി പറ്റൂല. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഈ എന്റെ ചര്യക്കപ്പുറം നിങ്ങൾ വല്ലതും കൂട്ടിക്കലർത്തിയാൽ അവൻ നമ്മുടെ മാർഗത്തിൽ അല്ല, നമ്മിൽപ്പെട്ടവനല്ല. അപ്പൊ വലിയ ഇസ്ലാം ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വ റസൂലിഹി എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അല്ലാഹുവിനെക്കാളും റസൂലിനേക്കാളും മുൻകടന്ന് ചെയ്യാൻ നിങ്ങൾ തുനിയേണ്ടതില്ല. അവർക്ക് നിങ്ങൾക്ക് ഒരനുവാദവുമില്ല. അതിനാണ് ഉലൂവ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹുവും റസൂലും എന്ത് പറഞ്ഞോ അവിടെ നിൽക്കുക, അത് അംഗീകരിക്കുക. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സകല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും അതൊന്നും ഇല്ലാത്ത ചില ആളുകൾ അങ്ങനെയാണ്. അവനാണ് ജീവിതത്തിൽ ഇല്ലാത്തതും അവനാൻ ചെയ്യാത്തതൊന്നും അതൊന്നും ശരിയല്ല, അതൊന്നും ഇല്ലാത്തതാണ്. ആ സമീപനം പാടില്ല. അതൊരു തരം ഇസ്ലാമിന്റെ പിന്നെ സത്തയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി, അല്ലാഹുവും അവന്റെ റസൂലും ഒരു വിഷയത്തിലേക്ക് വിശ്വാസികളെ ക്ഷണിച്ചാൽ ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ എന്തെങ്കിലും വിഷയത്തിൽ ഒരു വിധി പറഞ്ഞുകൊണ്ട് അല്ലാഹു ക്ഷണിച്ചാൽ ഈ വിശ്വാസികളുടെ സമീപനം എന്താണ്? യഖൂലു സമിഅനാ വഅതഅനാ,
അള്ളാഹു പറഞ്ഞത് ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, അവന്റെ റസൂൽ പറഞ്ഞത് ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ സമീഅന വ അത്വഅന കേൾക്കുക മാത്രമല്ല ഞങ്ങൾ ഇതാ അനുസരിച്ചിരിക്കുന്നു, അനുസരിക്കാൻ തയ്യാറാണ് എന്നായിരിക്കും വിശ്വാസികളുടെ നിലപാട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വഴിപിഴക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്വച്ഛവും സുന്ദരവുമായ ഒരു ആദർശത്തിന്റെ കീഴിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമുക്ക് നമ്മുടെ മുമ്പിൽ ഖുർആനുണ്ട്, അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളുണ്ട്. ഏത് വിഷയത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുകയാണ് എങ്കിൽ ഖുർആനിലേക്ക് ആ വിഷയത്തെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് ആ വിഷയത്തെ നമ്മൾ തിരിച്ചുവിടുക, അതിന്റെ പ്രതിവിധി കാണുക, അതിൽ സായുജ്യമടയുക. അങ്ങനെ വരുമ്പോ ഇത്തിബാഉ റസൂലും അല്ലാഹുവിനുള്ള അനുസരണയും എല്ലാം നടക്കും. ആ ഒരു സമീപന രീതി സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാന്ത്യം വരെ ഈ ആദർശത്തിന്റെ ഈ ഉറച്ച നിലപാടിൽ മുന്നോട്ട് പോകുവാൻ, ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും സകല തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.